ഇതെൻ്റെ വീടാ, ഞാൻ എവിടെ കാശ് മുടക്കുന്നത്? ഇവിടെ താമസിക്കാൻ ഇഷ്ടമില്ലാത്ത ആരാന്ന് വെച്ചാൽ ഇറങ്ങിക്കോണം, മേലെ ഇവിടെ കണ്ടുപോരുത്. മാതാപിതാക്കളിൽ നിന്ന് ഈ ഡയലോഗ് കേൾക്കേണ്ടി വരുന്ന പല കുട്ടികളെയും എനിക്കറിയാം. അവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ അർത്ഥം കുട്ടികളെ ഉപദേശിക്കരുതെന്നോ അവരെ നേർവഴിക്ക് നയിക്കരുതെന്നോ എന്നല്ല. സഭ്യമായ വാക്കുകളിൽ കൂടി നിങ്ങൾക്ക് ഒരു തെറ്റിനെ തിരുത്താൻ സാധിക്കാതിരിക്കുകയും ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരികയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ലോക തോൽവിയാണെന്ന് സ്വയം സമ്മതിക്കേണ്ടി വരും. കാരണം ഒരാളുടെ ഇല്ലായ്മയെ നിങ്ങൾ പച്ചയ്ക്ക് പരിഹസിക്കുക ചെയ്യുന്നത്. ഒരു കുട്ടിയും സ്വയം ആഗ്രഹിച്ചല്ലല്ലോ ഭൂമിയിലോട്ട് വരുന്നത്. കുട്ടി വേണമെന്നുള്ളത് രക്ഷകർത്താക്കളുടെ തീരുമാനത്തിൻ്റെ ഫലമാണ്, അല്ലേ? ഒരു നിശ്ചിത പ്രായമാവാതെ അവർക്ക് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാനാവില്ലെന്നും അങ്ങനെ സമ്പാദിക്കാൻ പറ്റത്തില്ലെന്നും അവർക്ക് സ്വന്തമായിട്ട് അവർ വെച്ച വീടൊന്നുമില്ല, നമ്മുടെ വീട്ടിലാണ് നിൽക്കുന്നതെന്നും എല്ലാം ഈ മാതാപിതാക്കൾക്ക് അറിയാമല്ലോ. ഈ മാതാപിതാക്കളും ഈ പ്രായത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? അവരവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിന്നതല്ലേ? അതുപോലെ തന്നെ കുട്ടി ചെയ്യുന്ന തെറ്റുകൾ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾ കുടുംബത്തിൽ സ്വന്തം നിലയ്ക്ക് വരുന്ന അറിയാതെ പറ്റുന്ന അബദ്ധങ്ങൾ അഡ്മിറ്റ് ചെയ്യാറുണ്ടോ? അതിന് സോറി പറയാറുണ്ടോ എന്നൊക്കെ കൂടെ സ്വയം ഒന്ന് ചിന്തിക്കണം. അതും ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യമായൊരു കാര്യമാണ്. കാരണം തെറ്റാര് ചെയ്താലും തെറ്റാണ്. കുട്ടി ചെയ്താലും തെറ്റ് തെറ്റാണ്, മാതാപിതാക്കൾ ചെയ്താലും തെറ്റ് തെറ്റാണ്. അതുകൊണ്ടൊക്കെ ശരി ആര് ചെയ്താലും ശരിയാണ്. കുട്ടി ചെയ്തതുകൊണ്ട് ശരി തെറ്റുമാവുന്നില്ല, തെറ്റ് ചെയ്ത മാതാപിതാക്കളുടെ തെറ്റ് അതല്ലാതെ ആകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ കുട്ടി ചെയ്യുന്ന തെറ്റിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പേരൻറ്റിങ്ങും, തിരിച്ച് നമ്മൾ ചെയ്യുന്ന തെറ്റ് കുട്ടി ചൂണ്ടിക്കാണിക്കുവാണെങ്കിൽ അത് അഹങ്കാരമാവരുത്. അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ കാണാം. ബൈ.